ഇന്ന് നമുക്ക് ഈ കാണുന്ന RSൽ വൈസർ സെറ്റ് ചെയ്യണം. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വൈസർ ഓൾമോസ്റ്റ് എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വണ്ടിയിൽ സ്റ്റോക്ക് വൈസർ സെറ്റ് ചെയ്യണത്. ആ വണ്ടിയിൽ നമ്മൾ സ്റ്റോക്ക് വൈസർ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു കൊറിയർ ഉണ്ട്, അത് കൊണ്ടു കൊടുക്കണം. കൊറിയർ കൊണ്ടു കൊടുക്കാനായിട്ട് നമുക്ക് യെല്ലോ RS എടുത്തിട്ട് പോകാം. ബ്ലാക്ക് കുറച്ച് നാളിന് വീട്ടിലിരിക്കട്ടെ. നോർമലി നമ്മൾ ഇത് കണക്കുള്ള പെട്ടിയിലാണ് വൈസറൊക്കെ കൊറിയർ ചെയ്യണേ. ഇത്രയും നാളില്ലാത്തൊരു പ്രശ്നമായിരുന്നു ഇപ്പോൾ. നമ്മുടെ ബോക്സിന് ആകപ്പാടെ 1 കിലോ വെയിറ്റ് ഉള്ളൂ. അതിന് ഡെൻസിറ്റി കൂടുതലാന്ന് പറഞ്ഞിട്ട് 1 കിലോയുടെ ബോക്സ് 3 കിലോയുടെ റേറ്റ് കൊടുത്തിട്ടാണ് ഇവിടുന്ന് ഹരിപ്പാട് വരെ അയച്ചത്. ഇനി നമ്മുടെ ആക്സസിന്റെ ഇൻഷുറൻസ് അടയ്ക്കണം. അതിനായിട്ട് ഈ കാണുന്ന ഇൻഷുറൻസ് ഇവിടെ ചെന്നപ്പം അവിടെ ആളുമില്ല. കൂട്ടുകാരനെ വിളിച്ച് അടുത്ത് ഇൻഷുറൻസ് ഇവിടെ കണ്ടുപിടിച്ച് ഇവിടെ നിന്നാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തത്. ഇൻഷുറൻസ് എടുക്കാൻ കടയിൽ പോയപ്പോൾ അവിടെ ഉണ്ട് കുഞ്ഞാച്ചൻ. അതിനെ കണ്ടപ്പോൾ കുഞ്ഞാച്ചൻ പറഞ്ഞു വൈകിട്ട് എന്തായാലും അങ്ങോട്ട് വരണം. ഞാൻ ഇന്നലെ അവിടെ ആയിരുന്നു, പിന്നെ അങ്ങോട്ടും പോയി. അങ്ങനെ നമ്മൾ ഇൻഷുറൻസ് അവിടെ പോയി ഇൻഷുറൻസ് അടച്ച് പിന്നെ നേരെ പോയത് അമ്മയുടെ ചേച്ചീൻ്റെ വീട്ടിലോട്ടാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അമ്മയുടെ ചേച്ചീൻ്റെ മോൻ്റെ കൈയൊക്കെ മുറിഞ്ഞിരിക്കുവാണ്. ഇപ്പോൾ പുള്ളിക്കാരനെ മെല്ലെ മെല്ലെ നടക്കാനൊക്കെ പറ്റും. അതേപോലെ ഞാനൊരു മുറി കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് പുള്ളിയുടെ കൈയും കാലൊക്കെ മുറിഞ്ഞത്. ഈ നിലത്ത് കൂടെ കിടക്കുന്ന കറുത്ത പാടൊക്കെ പുള്ളിയുടെ ചോരയാണ്. ഈ കൈയും കാലും മുറിഞ്ഞതിന് ശേഷം ഇതിനുള്ളിലേക്ക് അധികാരം കയറിയിട്ടില്ല. അങ്ങനെയല്ല, കൈയും കാലും മുറിഞ്ഞതിന് ശേഷം ഇന്നാണ് ഈ റൂം തുറക്കണത്. ചേട്ടായി പിടിച്ചുകൊണ്ടിരുന്ന ഈ മെഷീനാണ് കയ്യിൽ നിന്ന് തെറിച്ചു പോയിട്ട് കൈയും മുറിഞ്ഞു കാലും മുറിഞ്ഞത്. ഇതൊക്കെ പുള്ളിക്കാരൻ വരച്ചതാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ പോകാൻ. ഇതാണ് എൻ്റെ കുഞ്ഞാച്ചൻ്റെ ഏറ്റവും ഇളയത്. കുരുപ്പിനൊരു ഇത്തിരി കുസൃതി കൂടുതലാണ്. ഇത് വേറൊന്നും ചെയ്യുമല്ല, അവനൊരു കൊതുകിനെ പിടിച്ച് കത്തിച്ചതാണ്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കുഴൽക്കിണർ കുത്തണ കാണാൻ പോയി. വേറെ എവിടെയല്ല, അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും കുഴൽക്കിണറൊക്കെ കുത്തിക്കഴിഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞില്ല ഇവന് ഇത്തിരി കുസൃതി കൂടുതലാണെന്ന്. ഇതൊക്കെയാണ് ഇവൻ്റെ കുസൃതി. വിഷു ഒക്കെ കഴിഞ്ഞെങ്കിലും ഇന്നാണ് നമ്മൾ പടക്കം പൊട്ടിക്കണേ. പിന്നെ അങ്ങോട്ട് മതിയായ പടക്കം പൊട്ടിയിലായിരുന്നു. അയ്യോ, കുഞ്ഞാച്ചൻ്റെ വണ്ടിക്കും തീ കൊടുത്ത് ഈ വർഷത്തെ വിഷു അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.